ഗുണനിലവാരം കുറഞ്ഞ വലിയ മാവിനെ പൂർണ്ണമായി മുറിച്ചു മാറ്റാതെ അതിൻ്റെ മുകളിൽ മികച്ച ഇനം ബഡ് ചെയ്ത പോളിത്തീൻ ബാഗിലുള്ള തൈകൾ ടോപ്പ് ഗ്രാഫ്റ്റ് ചെയ്ത വിജയിച്ച ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. അതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റീവ് വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണമേന്മയില്ലാത്ത മാവിനെ മികച്ച മൾട്ടി ഗ്രാഫ്റ്റ് മാവാക്കി മാറ്റാവുന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം റൂട്ട് സ്റ്റോക്കിലേക്ക് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇതിനെ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ഈ ബഡിൻ്റെ മേൽഭാഗം ഒരു ബ്രാഞ്ച് പോലെയാണ് വളർന്ന് വലുതാവുക. മുറിച്ചു മാറ്റിയെടുത്ത ബാഗിൻ്റെ ഭാഗത്ത് ഇതുപോലെ ബഡിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് തളിർത്ത് വരുന്നതായിരിക്കും. ആ തളിർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊരിടത്ത് ചെയ്യാനോ അതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കാനോ സാധിക്കുന്നതാണ്. മുറിച്ച് മാറ്റിയ ഭാഗത്ത് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി സാഫ് പോലത്തെ എന്തെങ്കിലും ഇതുപോലെ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അടിയിലുള്ള സ്റ്റേജ്, അതായത് തൈകൾ നിൽക്കാൻ വേണ്ടി നമ്മൾ കെട്ടിയുണ്ടാക്കിയിരുന്ന സ്റ്റേജ് എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് പൂർണ്ണമായും അഴിച്ചു മാറ്റി. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിരുന്ന ഈ പ്ലാസ്റ്റിക് വള്ളിയുടെ കെട്ട് പൂർണ്ണമായും മാറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ വള്ളി ഉള്ളിലേക്ക് തൊലിയിലേക്ക് വണ്ണം വെക്കുന്ന സമയത്ത് തൊലിയിലേക്ക് ഊർന്നിറങ്ങി ഇതിന് മറ്റ് ഡാമേജുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതിനെ ശരിക്കും നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്ന മുകുളങ്ങൾ അത് വലുതായി കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തെ അടിച്ചമർത്താൻ സാധ്യതയുള്ളത് കൊണ്ട് അത് വരുന്ന സമയത്ത് തന്നെ അപ്പോൾ മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് ദോഷം ചെയ്യുന്നതായിരിക്കും.